മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്റെ ഭാഷ എന്ന അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ്. അപ്പൊ കവിത ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു പാഠമാണ്. 4 വരികൾ അല്ലെ, കാവ്യ വിശകലനം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ആസ്വാദനക്കുറിപ്പ്, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ പാഠഭാഗത്തിന്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, ഓരോ വരികളും എന്ത് ചെയ്യണം, നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കണം. കാരണം എന്ത് ഈ പാഠത്തിന് അല്ലെ അനുബന്ധമായിട്ട് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് അരച്ച് കലക്കി ഈ പാഠഭാഗം മുഴുവൻ എന്ത് ചെയ്യുക, നമുക്ക് സെറ്റാക്കുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ നിങ്ങൾ കാണുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പഠിക്കുന്നവരൊക്കെ പഠിക്കട്ടെ നമ്മളുടെ കൂടെ. ഓക്കെ, അപ്പൊ എന്റെ ഭാഷ എന്ന് പറയുന്നത് കവിതയാണ് എന്ന് ഓൾറെഡി ടീച്ചർ പറഞ്ഞു. ഇനി ആരാണ് എഴുതിയത് നോക്കണം അല്ലെ. അപ്പൊ വള്ളത്തോൾ നാരായണ മേനോൻ. ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്നത്? നമ്മുടെ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കവിയാണ്. ഒരുപാട് കവിതകളിലെ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് അല്ലെ. വളരെ ചെറിയ ആളാണ്, ആധുനിക കവിത്രയത്തിൽ ഏറ്റവും ഇളയ ആളാണെങ്കിലും ഒരുപാട് കവിതകൾ എഴുതിയ ആളാണ് ആര്യ വള്ളത്തോൾ എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1878 അദ്ദേഹത്തിന്റെ അല്ലെ, ഒക്ടോബർ 16 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഒരുപാട് കവിതകൾ അദ്ദേഹത്തിന്റെ 12ാം വയസ്സ് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗാന്ധിജിയെ തന്റെ ഗുരുനാഥനായിട്ടാണ് അദ്ദേഹം കണ്ടത് അല്ലെ. അപ്പൊ ആ കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പൊ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ്. വൈക്കം സത്യാഗ്രഹ കാലത്താണ് നമ്മുടെ ഗാന്ധിജിയെ അല്ലെ നമ്മുടെ വള്ളത്തോൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ ശിഷ്യനും മകനും, മഗ്ദലന മറിയം, കൊച്ചു സീത, അച്ഛനും മകളും തുടങ്ങി ഒരുപാട് കാവ്യങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, വള്ളത്തോൾ രചിച്ചിട്ടുണ്ട്. ലഘു കവിതകളുടെ സമാഹാരമാണ് സാഹിത്യമഞ്ജരി. 11 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ സാഹിത്യമഞ്ജരിയിലുള്ള ഒരു കവിതയാണ് എന്റെ ഭാഷ എന്ന് പറയുന്ന കവിത. ഓക്കെ, അപ്പൊ ഒരുപാട് പുരസ്കാരങ്ങള് അല്ലെ എഴുതിയ എല്ലാ കവിതകളും അല്ലെങ്കിൽ കൃതികളും എന്താണ്, അത്രയും മഹത്തരമായിട്ടുള്ള, അത്രയും പ്രഗത്ഭമായിട്ടുള്ള, വായിക്കപ്പെട്ടിട്ടുള്ള അല്ലെ, പഠന വിധേയമായിട്ടുള്ള കവിതകളാണ് വള്ളത്തോളിന്റെ മിക്കവാറും കവിതകളൊക്കെ. എത്ര മനോഹരമായിട്ട് വാക്കുകൾ കൊണ്ട് അല്ലെ, ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അല്ലെ. അപ്പൊ അങ്ങനെ മനോഹരമായി വാക്കുകൾ പ്രയോഗിക്കുന്ന മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് വള്ളത്തോൾ എന്ന് പറയുന്നത്. അപ്പൊ വള്ളത്തോളിന്റെ വളരെ പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്ന് തന്നെയാണ് എന്റെ ഭാഷ എന്ന് പറയുന്ന കവിത. അപ്പൊ എന്താണ് ഈ എന്റെ ഭാഷയുടെ പ്രമേയം എന്നറിയാമോ നിങ്ങൾക്ക്? എന്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു കവിത എന്താണ് അല്ലെ, പരീക്ഷയ്ക്ക് എങ്ങനെ നമ്മൾ എഴുതണം, ഏതൊക്കെ രീതിയിലാണ് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം, അങ്ങനെ നമ്മൾ ആ രീതിയിലാണ് ഈ ഒരു പാഠഭാഗം പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ കവിതയുടെ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാതൃഭാഷയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. എന്താണ്? മാതൃഭാഷയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം. അപ്പൊ ഓരോ മനുഷ്യനും എന്താണ്, അവരവരുടെ മാതൃഭാഷയിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ് അല്ലെ. ആ മലയാളം എന്ന മാതൃഭാഷയിലാണ് നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സംസ്കാരമാവട്ടെ, ഈവൻ നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷൻ പോലും, നമ്മളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ പോലും എന്തിനു പ്രാധാന്യമുണ്ട്? അവരവരുടെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തകളാവട്ടെ അല്ലെ, നമ്മളുടെ ജീവിതം, സംസ്കാരം, ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാതൃഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പുതിയ കാലത്ത് നമുക്കറിയാം മലയാളം അല്ലെ, നമുക്ക് മാതൃഭാഷയാണെങ്കിൽ പോലും നമുക്ക് മലയാളത്തിൽ സംസാരിക്കുന്നതോ മലയാളത്തിൽ വിദ്യാഭ്യാസം നേടുന്നൊക്കെ ഒരു കുറച്ചിലായിട്ട് അല്ലെ, വളരെ മോശം അല്ലെ, ഇച്ചീച്ചി ആയിട്ടൊക്കെ കരുതുന്ന അല്ലെ, മലയാളം കുറച്ച് അറിയാം എന്നൊക്കെ പറയുന്ന ആളുകളുടെ നാട്ടില്, അത് ഭയങ്കര പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുടെ നാട്ടിൽ ജീവിക്കുക നമ്മളിപ്പോ. അപ്പൊ മാതൃഭാഷയുടെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, മാതൃഭാഷ നിരാസത്തിന്റെ തലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ പല സ്കൂളുകളിലും എന്താണ്, മാതൃഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ പിഴ വാങ്ങുന്ന സ്കൂളുകളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പലയിടങ്ങളിലും അല്ലെ, ചില സ്കൂളുകളിൽ എന്താണ്, കുട്ടികൾ മലയാളം സംസാരിച്ച് സങ്കടം തോന്നും അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. സ്വന്തം ഭാഷയാണെന്ന് ആലോചിക്കുക. അപ്പൊ എല്ലാ ഭാഷയ്ക്കും എന്ത് ചെയ്യണം അല്ലെ, നമ്മൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റൊരു ഭാഷ മോശമാണ് എന്നുള്ളതല്ല. എല്ലാ ഭാഷയ്ക്കും എന്താണ്, അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എങ്കിലും മാതൃഭാഷയാണ് ഓരോ മനുഷ്യന്റെയും എന്ത്, ആത്മസത്ത അല്ലെ, അവന്റെ ജീവനുമായിട്ട് ബന്ധപ്പെടും മാതൃഭാഷ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവന്റെ ആന്തരിക തലങ്ങൾ, ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷ ഏതാണിടാ അല്ലെ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചിങ്കിൾ അങ്ങനെ ലിറ്റിൽ സ്റ്റാർ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണും ഇല്ല, നമ്മൾ മലയാളത്തിലാണ്, അവനവന്റെ മാതൃഭാഷയിൽ നമ്മൾ സ്വപ്നം കാണുക. അതേപോലെ നമ്മൾ എന്താണ്,
നമ്മളുടെ സൗന്ദര്യാത്മക തലങ്ങൾ, നമുക്ക് വൈകാരികമായിട്ട് ഉള്ള നിമിഷങ്ങൾ, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം അല്ലേ, ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ടത്, ആദ്യം നമ്മൾ എന്തൊക്കെ പറയും, ഈ സ്റ്റുപ്പിഡ് ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആദ്യം ചീത്ത വിളിക്കുമായിരിക്കും. പിന്നെ പക്ഷെ എന്താണ്, ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഉള്ളിൽ നിന്ന് അല്ലെ നല്ല പച്ച മലയാളത്തിലായിരിക്കും നമ്മൾ ചീത്ത വിളിക്കുക അല്ലെ. അതേപോലെ സൗന്ദര്യാത്മകമായിട്ടുള്ള തലങ്ങള്, വൈകാരികമായ തലങ്ങള്. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഒരു പട്ടി ഓടിച്ചിട്ട് കടിക്കാൻ വരികയാണ്, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരാളെ എന്താണ് ഒരു പട്ടി ഓടിക്കാന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഇയാളെ എങ്ങനെയായിരിക്കും ആ പട്ടീനോട് പറയാ, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവലാതിയിലോടുന്ന, യു ബ്ലഡി ഫൂൾ പട്ടി എന്നൊക്കെ ആയിരിക്കും വിളിക്കുക അല്ലെ. അയ്യോ എന്റെ അമ്മച്ചി എന്നെ പട്ടി അടിക്കാൻ വരുന്നതെന്ന് വിളിച്ചിട്ടായിരിക്കും അയാളെ അല്ലെ. ആ ഉള്ളിൽ നിന്ന് വരുന്ന ഭാഷയാണ് എപ്പോഴും എന്ത്, അവരവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ വൈകാരിക തലമായിട്ടും അല്ലെ, നമ്മുടെ ആന്തരിക തലമായിട്ടും ഒക്കെ ബന്ധമുള്ള ഒന്നെന്ന് പറയുന്നത് എന്താണ്, അവരവരുടെ മാതൃഭാഷയാണ്. അപ്പൊ ഈ മാതൃഭാഷയുടെ പ്രാധാന്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഏറ്റവും ക്യാപ്സ്യൂൾ പരുവത്തിലാണ്, ഇങ്ങനെ സ്പൂണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെറിയ ചെറിയ പോയിന്റുകൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. അത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ ഈ പാഠഭാഗം പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജന്മസിദ്ധമായി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജനിച്ച ഉടനെ ഒരു മുറിയുടെ അകത്ത് വാതിലടച്ചിട്ട് പൂട്ടിയിട്ട് നമ്മളോട് ആരും സംസാരിക്കുന്നില്ല എങ്കിൽ പിറ്റേന്ന് മുതൽ നമ്മൾ ഹായ് ഹൗ ആർ യു അല്ലെങ്കിൽ സുഖാണെന്ന് നമ്മൾ ചോദിക്കില്ല അല്ലെ. അപ്പൊ ആളുകളുമായിട്ട് ജന്മസിദ്ധമായിട്ട് മനുഷ്യന് മാത്രമാണ് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവുള്ളത്. പട്ടിയും പൂച്ചയൊന്നും സംസാരിക്കില്ല എത്ര നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും. അപ്പോ എങ്ങനെയാണ് ഭാഷ, അത് ജന്മനാ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും, ജന്മനാ ലഭിക്കുന്നതാണ്, പക്ഷെ അത് ജന്മനാ എന്താണ്, പഠിച്ചെടുക്കുന്നതാണ് അല്ലെ. സാമൂഹീകരണം വഴി ആളുകളുമായിട്ടുള്ള എന്താണ് സമ്പർക്കത്തിലൂടെ സംസാരിച്ചാണ് ഈ ഭാഷ രൂപപ്പെടുന്നത് അല്ലെ. അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ഭാഷയാണ് ഏത്, മാതൃഭാഷ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ചിന്തയ്ക്കും വികാരങ്ങൾക്കും ഒക്കെ ഏറ്റവും എന്താണ് അടുത്ത് നിൽക്കുന്നത് അല്ലെ, ഏത് ഭാഷയാണ്, അവരവരുടെ മാതൃഭാഷയാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് വ്യക്തിത്വ വികസനത്തിന്റെ അല്ലെ, എന്താ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഭയങ്കര എഫേർട്ട് ഇല്ലാതെ എന്താണ്, നമ്മളെല്ലാം ഗ്രാമർ ക്ലാസ് പോയിട്ടാണോ അല്ലെ, അതൊന്നും അമ്മ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഗ്രാമർ ക്ലാസ്സിൽ പോയിട്ടാണോ, അല്ല, നമ്മൾ കേട്ട് പഠിച്ചതാണ്. ആദ്യ കാലത്തെ പഠനമൊക്കെ അങ്ങനെയാണ് അല്ലെ. പിന്നെ നമ്മൾ സന്ധി സമാസമൊക്കെ പിന്നെയാണ്, എന്നാലും സന്ധി സമാസം ഒന്നും ജീവിതത്തിൽ നമ്മളിട്ട് ഉപയോഗിക്കാറില്ല അല്ലെ. അപ്പൊ മാതൃഭാഷ എന്ന് പറയുന്നത് എന്താണ്, സ്വാഭാവികമായിട്ടുള്ള പഠനമാണ്. അതിപ്പോ തമിഴ്നാട്ടിലുള്ള ഒരാൾക്ക് തമിഴ് എങ്ങനെയാണോ, കർണാടകയിലുള്ള ഒരാൾക്ക് കന്നഡ എങ്ങനെയാണോ, അമേരിക്കയിലുള്ള ഒരാൾക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണോ, അതേപോലെയാണ് കേരളത്തിലുള്ള ആളുകൾക്ക് മലയാളവും. ഓക്കെ, കേരളത്തിലുള്ള എല്ലാ ആളുകളും പക്ഷെ മലയാളമാണോ സംസാരിക്കുന്നത്, ആണോ? കെത്തള് പഠിച്ച് നമുക്കറിയാം ഇവിടെ അനേകം ഭാഷകളുണ്ട് അല്ലെ, അനേകം ഗോത്രഭാഷകൾ ഉൾപ്പെടെയുണ്ട്. അപ്പൊ കേരളത്തിലെ എല്ലാ ആളുകളും മാതൃഭാഷ മലയാളം ഒന്നും അല്ല അല്ലെ. അപ്പൊ മലയാളം മാതൃഭാഷയായിട്ടുള്ള ആളുകളുടെ എല്ലാ അല്ലെ, എന്താ പറയാ വ്യക്തിത്വ വികസനവും സ്വാഭാവികമായിട്ടുള്ള പഠനവും ഒക്കെ സാധ്യമാവുന്ന ഇതിലൂടെയാണ്, അവരവരുടെ മാതൃഭാഷയിലൂടെയാണ്. വ്യക്തമായ ആശയവിനിമയം. അപ്പൊ നമുക്ക് എത്ര ഇംഗ്ലീഷ് അറിയാന്ന് പറഞ്ഞാലും ഹിന്ദി അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെ, നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഏത് ഭാഷയിലാണ്, അവരവരുടെ മലയാളം അല്ലെ, അവരവരുടെ മാതൃഭാഷയിലാണ്. അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, നമുക്ക് പറയാനൊക്കെ പറ്റും. പക്ഷെ വളരെ ഫ്ലുവന്റ് ആയിട്ട് ഇപ്പൊ എന്തിനെ കുറിച്ച് നമ്മളോട് പറയാൻ പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് എങ്ങനെ പറയാ, അയ്യോ എനിക്ക് അത്ര വിശദമായിട്ട് പറയാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്ന് കോൺഫിഡന്റ് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും, മാതൃഭാഷയിൽ പറയാൻ പറ്റില്ലേ, അതാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഏറ്റവും എന്താണ്, ആത്മവിശ്വാസത്തോടുകൂടെ വ്യക്തമായ ആശയവിനിമയം നമുക്ക് സാധ്യമാവുന്നത് ഏത് ഭാഷയിലാണ്, മാതൃഭാഷയിലാണ് അല്ലെ. അതെന്ത് ചെയ്യണു, ആത്മവിശ്വാസം വളർത്തുന്ന ഒന്നാണ് മാതൃഭാഷ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഭാഷയും ചിന്തയും അല്ലെ, ഭാഷയില്ലാതെ ചിന്തയില്ല. അത് സിമ്പിൾ ആയിട്ട് ടീച്ചർ കൊടുത്തതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതായത് എല്ലാ തരത്തിലുമുള്ള ചിന്തകൾ അല്ലെ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അപ്പൊ മലയാളം നന്നായിട്ട് എഴുതുന്ന ആളുകളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പ്രതികരിക്കുന്ന ആളുകള് അല്ലെ, ഒരു ഭൂരിഭാഗം നമ്മൾ കാണുന്നത്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ബോധത്തിൽ സംസാരിക്കുന്ന ആളുകള്, മനോഹരമായ ആളുകളോട് സംവദിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും മാതൃഭാഷയിൽ വളരെ മനോഹരമായിട്ടുള്ള അടിത്തറയുള്ള ആളുകളായിരിക്കും. ശ്രദ്ധിച്ചോക്കിയാൽ മനസ്സിലാവും. അപ്പൊ എല്ലാ തരത്തിലുള്ള ചിന്തകളിലേക്ക്, വായനയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന എന്താണ്, മാതൃഭാഷയാണ് അല്ലെ. അപ്പൊ ചിന്തയുടെ രൂപം അല്ലെ, നമ്മൾ എല്ലാ തരത്തിലുള്ള സർഗാത്മകമായ എല്ലാ തരത്തിലുള്ള ചിന്തകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, മാതൃഭാഷയാണ് എന്നുള്ളതാണ്. അപ്പൊ ഭാഷ ശക്തമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മളൊക്കെ ചിന്തയും അല്ലെ ശക്തമാവും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഭാഷയും സംസ്കാരവുമായിട്ട് അല്ലെ, വ്യക്തിത്വ രൂപീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു ടീച്ചർ പറഞ്ഞു അല്ലെ. നമ്മൾ ആചാരങ്ങളാവട്ടെ, വിശ്വാസമാവട്ടെ, പാരമ്പര്യമാവട്ടെ, കഥ, പാട്ട്, സാഹിത്യം അല്ലെ, ഇങ്ങനെ ഭാഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ തന്നെ വാഹനം, എന്നെ വഹിക്കുന്ന ഒന്നാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഭാഷ നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക,
നമ്മുടെ സംസ്കാരം ഇല്ലാതാവും അല്ലെ. അപ്പൊ മാതൃഭാഷയിലൂടെയുള്ള പല കൃതികളും അല്ലെ നമ്മളിപ്പോ മൂല്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, സ്നേഹത്തെ കുറിച്ച് പഠിക്കുന്നത്, സാഹോദര്യത്തെ കുറിച്ച് പഠിക്കുന്നത്, നന്മയും തിന്മയും പഠിക്കുന്നത് മലയാളത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെയല്ലേ, ചെറിയ പ്രായം മുതലേ അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ അല്ലെ. നമ്മൾ അങ്ങനെ ചെയ്താൽ അതിന് വേദനിക്കുമായിരിക്കും അല്ലെ, നമ്മളെ വാക്കുകൾ ഒരാളെ അങ്ങനെ വേദനിപ്പിക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ കഥകളിലൂടെയല്ലേ പഠിച്ചിട്ടുള്ളത് അല്ലെ. നമുക്ക് ആ മൂല്യങ്ങളൊക്കെ കിട്ടുന്ന എവിടെ നിന്നാണ്? നമ്മുടെ മാതൃഭാഷയിൽ നിന്നാണ് അല്ലെ. നമ്മുടെ സയൻസ് ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുമല്ല. നമ്മൾ പഠിക്കുന്ന കവിതയാണെങ്കിലും കഥയാണെങ്കിലും നോവലാണെങ്കിലും അതിലൊക്കെ ഉള്ളത് എന്താണ്? മൂല്യപഠനം കൂടെയാണ്. ആ സംസ്കാര പഠനം എന്ന് പറയുന്നത് എന്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ? അവനവന്റെ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ പാരമ്പര്യമായും സമൂഹം എന്ത് ചെയ്യുന്നു? പതുക്കെ പതുക്കെ എന്താണ്? സംസ്കാരം നഷ്ടപ്പെടും, മൂല്യങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ നമുക്കറിയാം പല തരത്തിലുള്ള ക്രൂരതകള്, അക്രമങ്ങള് അല്ലെ, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയൊക്കെ ഉണ്ടായി വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? ഭാഷയിൽ നിന്നും അന്യമായി ജീവിക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഓക്കെ. പിന്നെ വിദേശ ഭാഷകളുടെ സ്ഥാനം അല്ലെ. വിദേശ ഭാഷകളൊക്കെ ആവശ്യമാണ് നമുക്കത് ജോലിക്കാണെങ്കിലും അറിവിനാണെങ്കിലും മറ്റുള്ള ഇതര ലോകമായിട്ടൊക്കെ എന്താണ് ബന്ധത്തിനും അല്ലെ, ലോകത്തെ അറിയാനും ഒക്കെ നമുക്ക് മറ്റു ഭാഷകൾ ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. എല്ലായിടത്തും നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ്. ഏത് തരത്തിലെ അറിവുകൾ നമുക്ക് ലഭ്യമാവണമെങ്കിൽ ഇംഗ്ലീഷ് പഠനം കൂടിയേ തീരുള്ളൂ. അപ്പൊ ഒരു ഭാഷ മോശമാണ് എന്നല്ല, എല്ലാ ഭാഷകളെക്കാളും അല്ലെ, അല്ലെങ്കിൽ എല്ലാ ഭാഷകളോടൊപ്പം തന്നെയെങ്കിലും എന്തിനു പ്രാധാന്യം കൊടുക്കണം? നമ്മളെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ മാതൃഭാഷയെ മാറ്റി സ്ഥാപിക്കരുത്, മാതൃഭാഷയെ മറക്കരുത് എന്നുള്ളതാണ് അല്ലെ. പിന്നെ ഭാഷയും സ്വാതന്ത്ര്യമാണ്. ഭാഷ സ്വതന്ത്രമായിട്ടുള്ള ചിന്ത നൽകുന്ന ഒന്നാണ് അല്ലെ. ഭാഷ ഒരിക്കലും എന്തായില്ല, അടിച്ചമർത്തലല്ല അല്ലെ. സ്വാതന്ത്ര്യം നഷ്ടമാവും നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാല്? നമ്മുടെ സ്വന്തം മാതൃഭാഷയെ അടിച്ചമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഭാഷാ സ്വാതന്ത്ര്യം മാത്രമല്ല എല്ലാ തരത്തിലുള്ള അല്ലെ സ്വാതന്ത്ര്യത്തെയും എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് അത് മാറും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സ്വന്തം ഭാഷയിൽ സംസാരിക്കുക അല്ലെ, അതാണ് നമ്മുടെ അഭിമാനത്തിന്റെ, സ്വാഭിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? അവനവന്റെ മാതൃഭാഷയിൽ സംസാരിക്കാനാവുക എന്നുള്ളതാണ്. അപ്പൊ പല കുട്ടികളും എന്താണ് സ്കൂളുകളിലൊക്കെ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ CBSE ഒക്കെ പഠിച്ച മക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളതാണ്. അപ്പൊ മാതൃഭാഷയും സംസാരിക്കണം, നമ്മള് മറ്റുള്ള ഭാഷകളും സംസാരിക്കണം അല്ലെ. അപ്പൊ ഒന്നിനെ തഴഞ്ഞുകൊണ്ട് അത് ചീച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല വേറൊരു ഭാഷയെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന കുറെ വൃത്തികേടുകളാണ് നമുക്ക് പറയാം അല്ലെ, കണ്ണുപൂട്ടി നമുക്ക് പറയാൻ പറ്റും. പിന്നെ കവിതയുടെ സന്ദേശം അല്ലെ, മാതൃഭാഷയെ സ്നേഹിക്കുക, അഭിമാനത്തോടു കൂടി അത് ഉപയോഗിക്കുക, അടുത്ത തലമുറയ്ക്ക് കൈമാറുക, അനേകം അറിവുകൾ നമ്മളുടെ ഭാഷയിലൂടെ എന്ത് ചെയ്യാം? കൈവശപ്പെടുത്തുക അല്ലെങ്കിൽ സ്വായത്തമാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിന്റെ ഒരു കൺക്ലൂഷൻ വരുന്നത് ഭാഷയാണ് ആത്മാവ്. ഭാഷ ജീവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഭാഷയുടെ ഒരു എന്താ പറയാ യാത്ര ഉണ്ടെങ്കിൽ അല്ലെ, തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജനതയും സംസ്കാരവും ഒക്കെ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? നിങ്ങൾക്ക് പാഠഭാഗത്തിന്റെ ആശയം മനസ്സിലായോ? എന്താണ് സിമ്പിൾ ആയിട്ട് എന്താണ് ഈ പാഠഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മക്കൾക്ക് മനസ്സിലായില്ലേ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗമാണ്. എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്? വരികളുടെ ആശയം എന്താണ് നമുക്ക് നോക്കാം. മിണ്ടിത്തുടങ്ങുവാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്താ പറയുന്നത്? മിണ്ടിത്തുടങ്ങുവാൻ ശ്രമിക്കുന്ന കുഞ്ഞിന്റെ ചുണ്ടിന്മേൽ അല്ലെ, പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം ഒരു കുഞ്ഞിന് അതിന്റെ അല്ലെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ അവന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് എന്താണ്? ആദ്യ കാലഘട്ടത്തില് അമ്മിഞ്ഞപ്പാലാണ് അല്ലെ. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള, അത്രയും ഔഷധ മൂല്യമുള്ള ഒന്നാണ് അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്നത്. ആദ്യം കിട്ടുന്ന പാലിലൊക്കെ വളരെയധികം ഗുണങ്ങളുള്ള പാലാണ്. അപ്പോൾ ഈ അമ്മിഞ്ഞപ്പാലിന്റെ ആ ഒരു എന്താണ് ഗുണങ്ങൾ പോലെയാണ് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് മാതൃഭാഷ അല്ലെ. ആ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിന്റെ കുഞ്ഞിളം ചുണ്ടില് അല്ലെ, അത് പറയാൻ ശ്രമിക്കുന്ന അമ്മിഞ്ഞപ്പാലോടൊപ്പം ചേർന്ന ഭാഷയാണെന്ത്? അമ്മയെന്ന് പറയുന്ന രണ്ടക്ഷരമായി വരുന്ന ഭാഷയാണ് മലയാള ഭാഷ. എത്ര മനോഹരമായിട്ടുള്ള അല്ലെ, അത് എത്ര വൈകാരികമായിട്ടാണ് ആ വാക്കുകളെ തമ്മിൽ യോജിപ്പിച്ചെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും ഒരു കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ത്? അവന്റെ മാതൃഭാഷ എന്ന് കവി അല്ലെ ചേർത്ത് വെക്കുകയാണ് കേട്ടോ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. ഈ 4 വരി ഉണ്ടല്ലോ മക്കളെ,
ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഭാഷയുടെ പ്രാധാന്യം ചോദിക്കുമല്ലോ. ഇനി ഈ പാഠം നമുക്ക് ചോദിച്ചിട്ടേ ഇല്ല വിചാരിക്കുക, ആദ്യത്തെ പാഠവും മൂന്നാമത്തെ പാഠവും ഒക്കെ എന്താണ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്, വിജ്ഞാന ഭാഷയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതിലും എന്ത് ചെയ്യാം, നമുക്കൊരു എസ്സേ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഭാഷയാണ് വരുന്നെങ്കിൽ ഈ 4 വരി നമുക്ക് എവിടെ എഴുതാൻ പറ്റും, ഇല്ല 2 വരി പഠിച്ചാൽ മതി. മറ്റുള്ള ഭാഷകൾ കേവലം താത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ പഠിച്ചു വെച്ചോളൂ. അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന 2 വരികളാണ്. ഓക്കെ, എന്താ അതിന്റെ അർത്ഥം നോക്കൂ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള ഭാഷകളൊക്കെ എന്താണ്, അത് ഹിന്ദി, അറബി, ഉറുദു, സാൻസ്ക്രിറ്റ്, പിന്നെ ഇംഗ്ലീഷ്, എല്ലാ ഭാഷയും എന്താണ്, ധാത്രിമാരാണ്. എങ്ങനെയാണ്, പോറ്റമ്മമാരാണ്. പെറ്റമ്മ, സ്വന്തം അമ്മ ആരാണ്, എപ്പോഴും ഏത് ഭാഷക്കാർക്കും അവനവന്റെ മാതൃഭാഷയാണ് അവരുടെ പോറ്റമ്മ. അപ്പൊ റാവുള ഭാഷ പഠിച്ച സമയത്ത് അല്ലെ, കെത്തളു പഠിച്ച സമയത്ത് സുകുമാരൻ ചാലികന്ത പറഞ്ഞു അല്ലെ, മലയാളം എന്റെ പോറ്റമ്മയും റാവുള ഭാഷ എന്റെ പെറ്റമ്മയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് അല്ലെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് അല്ലെ, വളരെ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് റാവുള ഭാഷ, ഈ ഭാഷയിൽ തന്നെ കവിതകൾ എഴുതിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരുപാട് അല്ലെ വാക്കുകൾ, വൊക്കാബുലറി അദ്ദേഹത്തിന് കിട്ടുന്നത് ഏത് ഭാഷയിലാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷയിലാണ്. അതുകൊണ്ട് കുറെ കൂടെ കോൺഫിഡന്റ് എന്തിൽ എഴുതാനാണ്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ എഴുതാനാണെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്നാണ് പറഞ്ഞത് അല്ലെ. എന്താ പറയുന്നത്, അമ്മ വാത്സല്യത്തോടെ പകർന്നു നൽകുന്ന അമ്മിഞ്ഞ പാല് കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പൈതങ്ങൾ, കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ. അതുപോലെ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നും അല്ലെ. അപ്പൊ ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അമ്മയും അമ്മയേകുന്ന പാലും അനിവാര്യമാണ് അല്ലെ. അതേപോലെ തന്നെ മാതൃഭാഷയും എന്താണ്, അമൃതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അമ്മ തന്നെ പകർന്നു തരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അമൃത് പോലും നമുക്ക് അമൃതായി തോന്നൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സുഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. വക്രത്തിൽ നിന്നാണ് മക്കളെ, വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം അല്ലെ. ഹൃദ്യം സുഭാഷിതൻ ശീഘരം ഓരോന്ന് ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ, അന്യബിന്ദുക്കളോ തൽ ബഹിർ ഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. എന്താ പറയുന്നത്, ഏത് വേദമായാലും ശാസ്ത്രമായാലും ഏത് കാവ്യമായി കഴിഞ്ഞാലും അത് ഹൃദയത്തിൽ പതിയണമെങ്കിൽ എന്ത് വേണം, സ്വന്തം ഭാഷയിലൂടെ അത് പഠിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അതായത് സ്വന്തം ഭാഷയിലൂടെ അല്ലെ. അത് ഇപ്പൊ നമുക്കറിയാം, എപ്പോഴും ഞാൻ പറയുന്ന ഉദാഹരണമാണ്, ഇപ്പൊ ചൈന, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളാണ് ടെക്നോളജിക്കലി ഏറ്റവും കൂടുതൽ അല്ലെ. 2050 അവർ ജീവിക്കണം, നമ്മളിപ്പോഴും 2020 സംശയമാണ് അല്ലെ, 25 അപ്പൊ അത്രയും അപ്ഡേറ്റഡ് ആണ് അവരുടെ എല്ലാ സാങ്കേതിക ആവട്ടെ, ടെക്നോളജി ആവട്ടെ, എല്ലാ കാര്യങ്ങളും അല്ലെ. അപ്പൊ അത്രയും അവർ ടെക്നോളജിക്കലി അത്രയും അടിപൊളിയാവാൻ കാരണം എന്താണ്, അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ മുതൽ അവർ സയൻസും ടെക്നോളജി സാധനങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനാണ്, ഹയർ സ്റ്റഡീസ് വരെ പഠിക്കുന്നത് അവരുടെ സ്വന്തം മാതൃഭാഷയിലാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, നമ്മുടെ സ്വന്തം ഭാഷ ആദ്യം പറഞ്ഞു പഠിക്കുന്നു, വർത്താനം പറയാൻ പഠിക്കുന്നു, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടുന്ന് വേറൊരു ഭാഷ പഠിക്കും. ആദ്യം അക്ഷരങ്ങൾ പഠിക്കും, ABCD പഠിക്കും, എന്നിട്ട് അത് കൂട്ടിച്ചൊല്ലാൻ പഠിക്കും, APPLE ആപ്പിൾ എന്ന് പഠിക്കും. പിന്നെന്താണ്, ആപ്പിൾ ചുവപ്പാകുന്നു എന്ന് പഠിക്കുന്നു അല്ലെ. പിന്നെന്താണ് പഠിക്കുന്നത്, വാക്യങ്ങൾ ഉണ്ടാക്കുന്നു, അതിൽ കൂടെ പിന്നീട് എന്ത് ചെയ്യാണ്, അറിവുകൾ നേടുകയാണ്. അപ്പോഴത്തെ വർഷം കുറെ പോയി. അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവരെപ്പോഴത്തേക്ക് എന്താണ് സയൻസും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഷയിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായോ. അപ്പൊ സ്വന്തം ഭാഷയിലൂടെ, പിന്നെ ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാണെങ്കിലും എന്ത് വലിയ കാര്യമാണെങ്കിലും, ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും അല്ലെ, അത് മനസ്സിലാവില്ല എന്നുള്ളതല്ല, ഇംഗ്ലീഷ് ഭാഷ മോശമാണെന്നല്ല ടീച്ചർ പറയണേ. അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കൊന്ന് അത് മലയാളത്തിൽ പറഞ്ഞു തരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, കുറച്ചുകൂടെ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിപ്പോ ഒരു ടേം ആണെങ്കിലോ, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, ഒരു അല്ലെ സയൻസിലുള്ള ഒരു തിയറി ആണെങ്കിൽ, എന്താണെങ്കിലും നമുക്കത് കംപ്ലീറ്റ്ലി അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, പൂർണ്ണമായത് ഉൾക്കൊള്ളാനാവുന്ന എപ്പോഴാണ്, നമുക്കത് മലയാളത്തിൽ അല്ലെ അവനവന്റെ മാതൃഭാഷയിൽ അത് കേൾക്കുമ്പോഴാണ്. ശരിയല്ലേടാ, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പോ ഏതൊരു വേദമാവട്ടെ, ശാസ്ത്രമാവട്ടെ, കാവ്യമാവട്ടെ, അത് നമ്മുടെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ എന്ത് വേണം, അത് സ്വന്തം ഭാഷയിൽ, മാതൃഭാഷയിലൂടെ ആയിരിക്കണം എന്നാണ് പറയുന്നത് കവി അല്ലെ. പിന്നെന്താണ്, ഹൃദയം സ്വഭാഷതൻ ശീകരം ഓരോന്ന് ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ എന്നാണ്. നമ്മുടെ സ്വന്തം ഭാഷയുടെ ശീകരം അല്ലെ, ശീകരം തുള്ളി എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ സ്വന്തം ഭാഷയുടെ ചെറിയൊരു അംശം പോലും എന്താണ്, നമ്മുടെ ഹൃദയത്തിന് പ്രിയപ്പെട്ടതാണ് അല്ലെ. അത് ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അല്ലെ. മനസ്സിനെ, ചിത്തത്തെ എന്താണ്
എന്താണ്? താരായി, ഒരു പൂവായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിലുള്ള എന്തുപോലെയാണ്? തേന് പോലെയാണ് മാതൃഭാഷ എന്ന് പറയുന്നത് അല്ലെ. മറ്റുള്ള ഭാഷകൾ, അന്യബിന്ദുക്കൾ എന്ന് പറയുന്നത് മറ്റുള്ള ഭാഷകളാണ് അല്ലെ. അന്യബിന്ദുക്കൾ എങ്ങനെയാണ്? തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. അത് തൽബഹിർഭാഗം അല്ലെ, ഈ പൂവിതളിന്റെ പുറമേ ഭാഗത്ത് മാത്രം വന്നു നിൽക്കുന്ന മുത്തുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സങ്കല്പിക്കുന്നത് അല്ലെ. അത് ചിലപ്പോൾ മഞ്ഞാവാം അല്ലെ, പൂവിന്റെ പുറത്ത് വീണിരിക്കുന്ന മഞ്ഞ കണങ്ങളാവാം, എന്തു ആവാം അല്ലെ, മുത്തുകൾ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ പൂവിന്റെ ഉള്ളിലുള്ള തേനാണ് മാതൃഭാഷ. ഈ പൂവിന്റെ പുറത്ത് വന്ന് നിൽക്കുന്ന പൂമുത്തുകളാണ് എന്തെന്ന് പറയുന്നത്? മറ്റു അന്യബിന്ദുക്കൾ, മറ്റു ഭാഷകൾ അല്ലെ. അപ്പൊ അത്ര പ്രാധാന്യമേ അത്തരം ഭാഷകൾക്കുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഷ, നമ്മളൊക്കെ ഉൾത്തേനായുള്ള ഭാഷ ഏതാണ്? മാതൃഭാഷയാണെന്നാണ് പറയുന്നത്. ആദിമ കാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സുഗീയരി കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും എന്നാണ് അല്ലെ. ആദിമകാവ്യമായ രാമായണം, പഞ്ചമവേദമായിട്ടുള്ള അല്ലെ ഭഗവത്ഗീത, നമ്മുടെ മഹാഭാരതമാവട്ടെ, അതേപോലെ നീതിപ്പൊരുള്, ഉപനിഷത്ത്, അർത്ഥശാസ്ത്രം അല്ലെ, കൗടില്യന്റെ അർത്ഥശാസ്ത്രം, ഇങ്ങനെ നമ്മളുടെ സാഹിത്യത്തിൽ എഴുതപ്പെട്ടുള്ള മഹത് ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടാണ്. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളുടെ ബൈബിൾ ആവട്ടെ, ഖുറാൻ ആവട്ടെ, അല്ലെങ്കിൽ എല്ലാം അല്ലെ, എല്ലാ മഹത് ഗ്രന്ഥങ്ങളും എന്ത് ചെയ്യാം? നമുക്ക് മലയാളത്തിൽ വായിക്കുമ്പോഴാണ് കുറെ കൂടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആഴത്തിൽ മനസ്സിലാവുന്നതെന്നുള്ളതാണ് അല്ലെ. അപ്പൊ എല്ലാ ഭാഷയും എന്താണ്? എല്ലാ ഭാഷയിലുള്ളയും അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തർജ്ജമ ചെയ്യപ്പെട്ട ഭാഷയാണ് ഇത് മലയാള ഭാഷ. അങ്ങനെയുള്ള മലയാള ഭാഷ പാഠവഹീനയാണ് എന്ന് അല്ലെ. പാഠവഹീന എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവില്ലാത്തവളാണ് അല്ലെ, ഒന്നിനും കൊള്ളാത്തവളാണ് എന്നൊക്കെ ആർക്കാ പറയാൻ പറ്റുക അല്ലെ. ഇത്രയും മനോഹരമായിട്ടുള്ള കൃതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളത്തിൽ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തർജ്ജമകൾ ഇവിടെ ലഭ്യമാണ്. നമ്മൾ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകഭാഷയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഒന്ന് മലയാളത്തിൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഭാഷയാണ് ഇത് മലയാള ഭാഷ. എന്നിട്ട് കവി പറയാണ്, ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുവിൻ എന്ന് പറയാണ്. ആരോടാ പറയുന്നത്? ബുദ്ധിമാന്മാരോടാണ്, പണ്ഡിതരോടാണ്, എഴുത്തുകാരോടാണ് പറയുന്നത്. എന്താ പറയുന്നത്? സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യാൻ പറയാണ്. സ്വന്തം ഭാഷയാകുന്ന തറവാട്ടിൽ സ്വത്ത് വാങ്ങിയിടാനാണോ? ഏതാണ് സ്വത്ത്? സാഹിത്യ സമ്പത്താണ്. അതായത് ഏതു വിഷയത്തെക്കുറിച്ചും ഏത് കാര്യത്തെക്കുറിച്ചും, എനിക്കിപ്പോ മെഡിക്കൽ സയൻസിൽ എനിക്കൊരു സംശയമുണ്ട്, എനിക്ക് മലയാളത്തിൽ ആ പുസ്തകം എന്ത് ചെയ്യണം? ലഭ്യമാവണം. എനിക്ക് തലച്ചോറിന്റെ ഉള്ളിലുള്ള ഭാഗത്തെക്കുറിച്ച് എനിക്ക് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പുസ്തകം എനിക്ക് മലയാളത്തിൽ കിട്ടണം. കടലിന്റെ അടിത്തട്ടിനെ കുറിച്ച് എനിക്ക് അറിയണം, അതും മലയാളത്തിൽ കിട്ടണം. നമ്മൾ പലപ്പോഴും പല ഭാഷകളിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ സ്വന്തം ഭാഷയിലൊക്കെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടാവണം എന്ന് എഴുത്തുകാരൻ പറയാണ്. ആരോട് പറയാണ്? പണ്ഡിതരോട് പറയാണ്. ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യൂ. നമ്മുടെ സ്വന്തം നാട്ടിൽ എന്താണ്? സ്വത്ത് വളർത്തുവാൻ വേണ്ടി യത്നം ചെയ്യൂ. എഴുത്ത് ആരംഭിക്കാൻ പറയാണ്. ആലസ്യത്തിന് നിവാപാമ്പു നൽകുവിൻ, ബാലത്തിലോലും വിയർപ്പിനാലെ എന്ന് പറയാണ് അല്ലെ. അഭിമാനത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഭാഷയിൽ അല്ലെ സ്വത്ത് വളർത്തുവാൻ എന്ത് ചെയ്യാണ്? നമ്മള് കഠിനാധ്വാനം അല്ലെ. ആലസ്യം എപ്പോഴാണ്? കഠിനാധ്വാനത്തെ വിയർപ്പ് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ആലസ്യത്തെ അല്ലെ മാറ്റണം അല്ലെ എന്നാണ് പറയുന്നത്. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് അല്ലെ മരണാനന്തര ക്രിയക്ക് നൽകുന്ന എന്താ പറയുക, ജലം പോലെ അല്ലെ അലസത എന്താണ്? ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് കേട്ടോ. അപ്പൊ അടുത്ത വരി നോക്കൂ. ഏറെ വാക്കെന്തിന് നാളെ മുതൽക്കിനി കൈരളി തന്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭാഷയ്ക്കായി വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ. കേടുറ്റൊരൗധാര്യ ശീലത്തിലെന്നെ കേളികേട്ടുള്ളവർ കേരളീയർ അല്ലെ. എന്താ പറയുന്നത്? ഏറെ വാക്കെന്തിന്, എന്തിനാ ഒരുപാടൊക്കെ പറയുന്നത്? ഇത്രയേ ഉള്ളൂ കാര്യം. എന്താണ്? നാളെ മുതൽക്കിനി കൈരളി, മലയാള മണ്ണിൽ വന്നിട്ട് ഒരാള് അല്ലെ തന്റെ ഗൃഹാങ്കണത്തിൽ വന്നിട്ട് പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി, ഭക്ഷണത്തിനല്ല, പാണ്ഡിത്യ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ, പാണ്ഡിത്യം അറിവ് ഭിക്ഷയ്ക്കായിട്ട് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിന്റെ അടിത്തട്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പഠനം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആകാശത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഇവിടെ ഉണ്ടാവണം. ചന്ദ്രനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പഠനം ഉണ്ടാവണം. അപ്പൊ ലോകത്തിലുള്ള അല്ലെ ആകാശത്തിന് ഭൂമിക്കുള്ള എന്ത് കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതൊക്കെ വിശദമാക്കുന്ന അറിവ്, സാഹിത്യ ഭാണ്ഡം അല്ലെ നിറയ്ക്കുവാൻ, അത് ഭിക്ഷ നൽകുവാനുള്ള അത്രയും വിവരങ്ങൾ ഇവിടെ ഉണ്ടാവണം, മലയാള ഭാഷയിൽ ഉണ്ടാവണം എന്നാണ് കവി പറയുന്നത് അല്ലെ. അതുകൊണ്ടാ പറയുന്നത് കേടുറ്റൊരു ഔദാര്യം അല്ലെ, ഉദാരതയ്ക്ക് കേളി കേട്ടവരാണ് ആര്? കേരളീയവര് അല്ലെ.
കേരളീയരായ ആളുകൾ. അപ്പൊ നമ്മൾ അത്രയും ഔദാര്യശീലമുള്ള ആളുകളാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ അറിവിലും പാണ്ഡിത്യത്തിലും മറ്റുള്ള ആളുകൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വാരിക്കോരി ഈ അറിവുകളൊക്കെ നമ്മളുടെ ഭാഷയിലൂടെ എടുത്തു കൊടുക്കാൻ പറ്റണം എന്നാണ് എന്ത് ചെയ്യുന്നത്, കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സാഹിത്യമഞ്ജരിയിലെ 7ാം ഭാഗത്തിൽ നിന്നുമാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ ഈ ഒരു കവിത എടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് ഈ പാഠത്തു നിന്ന് വരും. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? നമുക്ക് ആസ്വാദനക്കുറിപ്പ് ചോദിക്കാം, മേ ബി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാക്ക് വരികളുടെ ആശയം ചോദിക്കാം, കാവ്യഭംഗി ചോദിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഭാഷയാണ്, മാതൃഭാഷയാണ് അല്ലെ. 7 മാർക്കിന്റെ ചോദ്യങ്ങൾ മുഖപ്രസംഗമായാലും അല്ലെങ്കിൽ ഉപന്യാസമായാലും ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, പ്രസംഗമായാലും പ്രഭാഷണമായാലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഭാഷാ പ്രാധാന്യത്തെക്കുറിച്ചാണ്, മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ആദ്യം ടീച്ചർ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. വളരെ കീ പോയിന്റ്സ് ആയിട്ട് അല്ലെ, ഇങ്ങനെ കുഞ്ഞു സാധനങ്ങളായിട്ട് ടീച്ചർ പോയിന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് മാത്രം എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് നല്ല മാർക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? ക്ലാസ് കുറച്ച് നീണ്ടുപോയി എങ്കിലും എന്താണ്, ഒറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഈ പാഠഭാഗം കണ്ണും പൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ എന്താണ് ഒന്ന് അല്ലെ ഉറപ്പിക്കുക. നിങ്ങൾ അത് അങ്ങനെയാണോ എന്നുള്ളത് എന്നെ ഒന്ന് ഉറപ്പിക്കുക. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ, ഈസി ആയോ, നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിൽ നിന്ന് എഴുതോ എന്നൊക്കെ ഉള്ളത് മക്കൾ കമന്റ് ചെയ്യുക. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ഇനി എന്താണുള്ളത് മുമ്പില്, ടീച്ചർ പേടിപ്പിക്കുന്നില്ല അല്ലെ, ഇനി അല്ലെ 40-40ൽ കുറവ് ദിവസങ്ങളാണ് ഇനി നമ്മളെ മുമ്പിലുള്ളത്. 1 മാസം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഇന്നിപ്പോ 17 ആയി അല്ലെ. 17 എന്ന് പറയുമ്പോൾ ഇനി എത്ര ദിവസമുണ്ട്? ഫെബ്രുവരി നമ്മൾ കൂട്ടണ്ട അല്ലെ. ഫെബ്രുവരിയിൽ എന്താണ്, മോഡൽ എക്സാമുകളാണ്. അപ്പൊ അതിന് മുമ്പ് എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങണേ. തമാശയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണേ. ഇനി കുറച്ച് ദിവസമല്ലേ അല്ലെ, ആ കുറച്ച് ദിവസം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത് കേട്ടോ. തോറ്റവരെ കുറിച്ച്, ചരിത്രത്തെ കുറിച്ചൊക്കെ ആളുകൾ പറയുക, ഇപ്പൊ ഒരു SSLC പരീക്ഷ എന്തിനിപ്പോ ഇങ്ങനെ പഠിക്കുന്നു, ചത്ത് പഠിക്കുമെന്ന് വേണ്ടെന്നൊക്കെ പറയുന്ന ആളുകള് നമ്മളെ ചുറ്റിലുണ്ടാവും അല്ലെ. അതൊന്നും ചെവിയിൽ എടുക്കരുത്. നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ തന്നെ പുതിയ കാലത്ത് കാര്യമുള്ളൂ കേട്ടോ. തോറ്റ ആളുകളൊക്കെ എന്താണ്, വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് തോറ്റ് ജയിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തോറ്റ മനുഷ്യര് പുറകിലുണ്ട്. ഓടി ഓടി വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള മനുഷ്യർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മുൻപന്തിയിൽ എപ്പോഴും എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് ആ വരിയിലേക്കെങ്കിലും എത്തണം അല്ലേ. എന്നാലേ പുതിയ കാലത്ത് കുറച്ച് ഭംഗിയിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ബോധം ഉണ്ടായിരിക്കണം. നമുക്കൊണ്ട് പറ്റുന്ന പോലെ അല്ലെ. പറ്റാത്ത കാര്യം നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, പക്ഷെ നമുക്ക് പറ്റും. നിങ്ങൾ 100% എഫേർട്ട് ഇട്ടിട്ടൊന്നും അല്ല നിങ്ങൾ ഇത്രയും കാലം പരീക്ഷ ഒന്നും എഴുതിയിട്ടുള്ളത്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം അല്ലെ. ഇത്രയും പഠിക്കാനായിട്ട് ഇങ്ങനെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഒന്ന് നന്നായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച് ഇറങ്ങിത്തിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും സൂപ്പറായിട്ടിരിക്കുക, അടിപൊളിച്ചിരിക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.